രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ബാപ്പുജിയോടൊപ്പം ചിലവഴിച്ച മധുരസ്മരണകളുടെ ചരിത്ര നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണ് പാർലിക്കാട് സ്വദേശിനി വലിയകുന്നത്ത് വീട്ടിൽ 87 വയസ്സുകാരി തങ്കമ്മ. എന്നിട്ട് എന്നോട് ഗാന്ധിജി ചോദിച്ചു, എന്നാ പാപ്പ വേണോ എനിക്ക് ചോദിച്ചു. എനിക്ക് തമിഴിൽ അപ്പോഴും അറിയാം. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം, നമുക്ക് എന്നയ്ക്ക് സ്വാതന്ത്ര്യം കിടക്കും, അതുதான் വേണ്ടിയത്. അന്ന് അത്രയും ചെറിയ പ്രായത്തിൽ നല്ലോണം കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്നെ എടുക്കും ചെയ്തു. നല്ല ഭാഗ്യം കിട്ടി എനിക്ക്. രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് മധുരയിലായിരുന്നു കുടുംബത്തോടൊപ്പം തങ്കമ്മയുടെ വാസം. മധുരയിൽ നടന്ന ഒരു സമ്മേളന വേദിയിൽ ഗാന്ധിജി എത്തിയപ്പോഴായിരുന്നു അമ്മ പാറുകുട്ടിക്കും അമ്മാവന്മാർക്കുമൊപ്പം ഗാന്ധിജിയെ കാണാൻ കുഞ്ഞു തങ്കമ്മയും എത്തിയത്. അമ്മാവന്റെ സഹായത്തോടെ വേദിയിലെത്തിയ കുട്ടിയെ ഗാന്ധിജി വാരിയെടുത്ത് ആശ്ലേഷിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഗാന്ധി താത്ത സ്വാതന്ത്ര്യം എന്ന് ലഭിക്കുമെന്ന് ചോദിച്ച അന്നത്തെ 6 വയസ്സുകാരിക്ക് വൈകാതെ ലഭിച്ചിരിക്കുമെന്ന വാത്സല്യത്തോടെ ഗാന്ധിജി മറുപടിയും നൽകി. ഗാന്ധിജിക്ക് ഹാരാർപ്പണവും നടത്തിയാണ് കുഞ്ഞു തങ്കമ്മ അന്ന് വേദി വിട്ടത്. അക്കാലയളവിൽ തന്നെ തൃശൂർ ജില്ലയിലെ പാർലിക്കാട് താമസം മാറിയെത്തിയ തങ്കമ്മ പാർലിക്കാട് UP സ്കൂളിൽ പഠനം ആരംഭിച്ചു. തൊട്ടുപുറകെയുള്ള വർഷം ആ ആഹ്ലാദ വാർത്തയെത്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കൊടികളും ആർപ്പുവിളികളുമായി കുഞ്ഞുനാളിൽ നടന്ന ആ ആഘോഷവും തങ്കമ്മയുടെ ഓർമ്മകളിലുണ്ട്. രാഷ്ട്രപിതാവിനോടൊപ്പം പങ്കിട്ട നിമിഷങ്ങൾ ഇന്നും നിധി പോലെ മനസ്സിൽ കാത്തുസൂക്ഷിക്കുകയാണ് ഈ വയോധിക. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ നിമിഷങ്ങളെന്നാണ് തങ്കമ്മയുടെ ഭാഷ്യം. 87ന്റെ നിറവിലും ഇന്നലെ നടന്ന സംഭവമെന്നോണം എല്ലാം ഓർത്തെടുക്കുന്നു ഈ വയോധിക. ഗാന്ധിജിയെ നേരിട്ടു കണ്ട മുത്തശ്ശിയെക്കുറിച്ച് പറയുമ്പോൾ മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ വാക്കുകളിലും അഭിമാനം വാനോളം. ഗാന്ധിജി വാത്സല്യത്തോടെ വാരിയെടുത്ത അന്നത്തെ കുട്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിഞ്ഞ മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തങ്കമ്മയെ വസതിയിലെത്തി ആദരിച്ചു. ഗാന്ധിജിയുടെ വലിയ ഒരു ഛായാചിത്രവും ഉപഹാരമായി നൽകി. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ, നേതാക്കളായ SAA ആസാദ്, ജയൻ മംഗലം, സാമൂഹ്യ പ്രവർത്തകരായ ഐശ്വര്യ സുരേഷ്, പ്രദീപ് കണ്ണൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരാണ് ഈ കാര്യം ഞങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളായാലും മറ്റ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരൊക്കെ കിട്ടാനൊക്കെ ഉള്ള ഒരു കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആൾ ഇവിടെ ജീവിച്ചിട്ട് വീണെന്ന് പറഞ്ഞപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ വീട്ടിലെത്തി ഒരു ഗാന്ധി ഫോട്ടോ കൊടുത്ത് ആദരിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് തനിനിറം.